നമസ്കാരം. അന്റോണിയോ മെയ്നോ അഥവാ സോണിയാഗാന്ധി. സോണിയാഗാന്ധിയുടെ ജീവിതം വളരെയധികം ദുരൂഹമാണ്. അവരുടെ ജന്മസ്ഥലം മുതൽ, അവർ പഠിച്ചത് മുതൽ, അവർ ഇന്ത്യയിൽ വന്നതും ഇന്ത്യയിൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളും ആദ്യകാലങ്ങളിൽ ഉൾപ്പെടെ കാണിച്ചു കൂട്ടിയ എല്ലാ കാര്യങ്ങളും ദുരൂഹമാണ്. ഇപ്പോൾ ഇറാനിൽ ആയത്തുള്ള അൽ ഖമനയെ വധിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗൂഢാലോചന നടത്തി. ഇന്ത്യയെ കൂടി ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് സോണിയാഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അങ്ങേയറ്റം അപലപിക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. ഇന്ത്യ അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കാൻ ഒരു രീതിയിലും ശ്രമം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇറാനെ സഹായിച്ചിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇറാനെ ഒരു രീതിയിലും ദ്രോഹിക്കാനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല. ഇത്തരം എല്ലാ കാര്യങ്ങൾക്ക് പിന്നിലും ഒരു കൃത്യമായ അജണ്ടയുണ്ട്. ഓരോ കാര്യങ്ങളിലും അവർ ജനിച്ചത് ലൂസിയാനോ ആണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ശരിക്കും അവർ ഓർബസാനോയിലാണ് ജനിച്ചിട്ടുള്ളത്. ഈ ഓർബസാനോ എന്ന് പറയുന്നത് ഇവരും മുസോളിനിയും തമ്മിലുള്ള, അല്ലെങ്കിൽ ഇവരുടെ അച്ഛനും മുസോളിനിയും തമ്മിലുള്ള കണക്ഷൻ അറിയാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ നടത്തിയത്. ഇനി കാംബ്രിഡ്ജിലാണ് പഠിച്ചത് എന്ന് പറഞ്ഞു. പിന്നെ ആ കള്ളി വെളിച്ചത്തായി. അങ്ങനെ പല രീതിയിൽ ഇവർ നടത്തിയ പല കാര്യങ്ങളും പുറത്തായി. അന്ന് ഈ കാംബ്രിഡ്ജിൻ്റെ കാര്യം കണ്ടെത്തിയപ്പോൾ അതൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ഇന്ത്യൻ പാർലമെൻറ്റിനെ തന്നെ ആദ്യം തെറ്റിദ്ധരിപ്പിക്കുവാനാണ് ശ്രമിച്ചത്. ഇവർ കാംബ്രിഡ്ജിലൊന്നും പഠിച്ചിട്ടില്ല. പകരം ഒരു സാധാരണ ഓക്സ്ഫോർഡ് ഷോപ്പ് ഓഫ് ഇംഗ്ലീഷ്, വളരെ ഈ സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് അവർ പഠിച്ചത്. അവരതിനുശേഷം ഒരു ബാർ ഗേളായിരുന്നു. ആ ബാറിൽ മദ്യപിക്കാനെത്തിയ രാജീവ് ഗാന്ധിയുമായി ഇവർ പരിചയത്തിലാകുന്നു. അതിനെ തുടർന്നാണ് അവർ പിന്നീട് ഭാരതത്തിലേക്ക് എത്തുന്നത്. ഭാരതത്തിലെത്തിയതിന് ശേഷവും ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വളരെയധികം ദുരൂഹമായിരുന്നു. ഒട്ടോവിയോ കുത്രോച്ചിയെ അന്ന് രാജീവ് ഗാന്ധിയുടെ അടുത്ത്, അതായത് പാർലമെൻറ്റിൻ്റെ ലോഗ് ബുക്കിൽ പോലും സൈൻ ചെയ്യാതെ രാജീവ് ഗാന്ധിയുടെ അടുത്ത് പല തവണ എത്തിച്ചിരുന്നു സോണിയാഗാന്ധി. അപ്പോൾ അതിനൊക്കെയും ഇവർക്ക് കൃത്യമായ പ്രതിഫലങ്ങളും ലഭ്യമായിരുന്നു എന്നുള്ള സംശയങ്ങൾ ഇപ്പോഴും ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജെയിൻ കമ്മീഷൻ റിപ്പോർട്ടുകളിൽ പോലും ഇവരുടെയൊക്കെ പരാമർശം, അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും സോണിയാഗാന്ധിയെ വളരെയധികം സംശയത്തോടു കൂടി നിരീക്ഷിക്കുന്ന ആൾക്കാരുണ്ട്, കോൺഗ്രസിനുള്ളിൽ പോലും. അങ്ങനെ പല രീതിയിലും ഇവരിവിടെ വന്നതിന് ശേഷം ആരൊക്കെയാണ് കൊല്ലപ്പെട്ടത്, എല്ലാ കൊലപാതകങ്ങളും സോണിയാഗാന്ധി ഭാരതത്തിലേക്ക് വന്നതിന് ശേഷമാണ് സംഭവിച്ചിരിക്കുന്നത്. ആരൊക്കെയാണ്? സഞ്ജയ് ഗാന്ധി കൊല്ലപ്പെട്ടു, പിന്നീട് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു, അതിനുശേഷം രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു, മാധവറാവ് സിന്ധ്യ, രാജേഷ് പൈലറ്റ്, ഇങ്ങനെ പല മരണങ്ങളും സോണിയാഗാന്ധി ഭാരതത്തിലേക്ക് വന്നതിന് ശേഷമാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെയും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അങ്ങേയറ്റം ദുരൂഹമായ സാഹചര്യത്തിലാണ് സോണിയാഗാന്ധിയെ നോക്കിക്കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ സർദിനോയിൽ, അതായത് ഇറ്റാലിയിലെ സർദിനോയിൽ ഇവർക്ക് വലിയ പടുകൂറ്റൻ ബംഗ്ലാവും ഒരുപാട് വലിയ രീതിയിലുള്ള തോട്ടങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്രയധികം സ്വത്ത് വകകൾ ഇവർക്കുണ്ട്. ഇപ്പോഴും ഒരു CBI അന്വേഷണം നടന്നിരിക്കുന്ന നാഷണൽ ഹെറാൾഡ് കേസിൽ CBI അന്വേഷണം നടക്കുകയാണ്. ഈ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ സോണിയാഗാന്ധി ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ഇവർ നാടുവിടും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, ആ രീതിയിൽ സംശയിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോഴും, അതായത് ഇപ്പോൾ ഒട്ടോവിയോ കുത്രോച്ചിയുടെ കാര്യം, ബൊഫോസിൻ്റെ കാര്യം എടുത്താലും, ഏത് കാര്യം എടുത്താലും, ഇനി മതത്തിൻ്റെ പേരുള്ള ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിലെടുത്താലും, ഇങ്ങനെ പല കാര്യങ്ങളിലും സോണിയാഗാന്ധിയുടെ നിലപാട് വളരെയധികം ദുരൂഹമാണ്. അത്തരം ദുരൂഹമായ രീതിയിലാണ് ചർച്ച ചെയ്യേണ്ടതും. അങ്ങനെ പല രീതിയിൽ അന്ന് പാർലമെൻറ്റിൽ മിനിസ്റ്റർ ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റിയുടെ മിനിസ്റ്ററായിരുന്ന അരുൺ നെഹ്റുവിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് പോലും സോണിയാഗാന്ധിയാണ് ഏറ്റവും അധികം ശ്രമം നടത്തിയിട്ടുള്ളതും. അത് വളരെയധികം സങ്കടത്തോടുകൂടി പലപ്പോഴായി അരുൺ നെഹ്റു തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അരുൺ നെഹ്റു എന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയുടെ കസിനാണ്. അങ്ങനെ പലരെയും ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക്, അതായത് ഒരു പക്ഷേ മറ്റ് സീരിയൽ കില്ലിങ്ങൾ പോലെ സംഭവിച്ചിട്ടുള്ളതാണ് പല കാര്യങ്ങളും എന്ന് പോലും സംശയം ജനിപ്പിക്കുന്നുണ്ട്. ആ രീതിയിൽ സംശയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രീതിയിലൊരു അന്വേഷണം നടക്കുക തന്നെ വേണം. പക്ഷേ ഈ രീതിയിലുള്ള സംശയങ്ങൾ ഇപ്പോഴും രാജ്യത്തിനകത്തുണ്ട്. അത്തരത്തിൽ അവർ പറയുന്ന പല സ്റ്റേറ്റ്മെൻറ്റുകളും അത് സംശയിക്കാൻ ഇട നൽകുന്നത് തന്നെയാണ്. വളരെയധികം സംശയാസ്പദമായി അവരെ നോക്കിക്കാണാൻ പറ്റുന്നത് തന്നെ. ഇപ്പോൾ അവസാനത്തെ ഇറാനുമായി ബന്ധപ്പെടുത്തുന്ന സ്റ്റേറ്റ്മെൻറ്റ് പോലും, അതായത് ഇന്ത്യയുടെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സോണിയാഗാന്ധി ആയിക്കോട്ടെ, രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ പറയുന്ന പല നിലപാടുകളും രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട്, അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് എന്ന പോലെയുള്ള നിലപാടുകളാണ് പുറത്തു വരുന്നത്.
എന്തായാലും തീർച്ചയായും ഇതെല്ലാം തന്നെ അന്വേഷിക്കേണ്ടതാണ്, അന്വേഷിച്ച് സത്യം കണ്ടെത്തേണ്ടത് തന്നെയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.